പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ഭോഷനായ മകൻ വ്യസനഹേതുവാകുന്നത് ആർക്ക്? ഉത്തരം: അമ്മയ്ക്ക്. സദൃശവാക്യങ്ങൾ 10:1. ക്വസ്റ്റ്യൻ: യഹോവ ആരെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്നു? ഉത്തരം: പരദേശിയെ. ആവർത്തന പുസ്തകം 10:18. ക്വസ്റ്റ്യൻ: യഹോവ ഏത് കാറ്റ് അടിപ്പിച്ച് വെട്ടുക്കിളിയെ എടുത്ത് ചെങ്കടലിൽ ഇട്ടുകളഞ്ഞു? ഉത്തരം: മഹാശക്തിയുള്ളൊരു പടിഞ്ഞാറൻ കാറ്റ്. പുറപ്പാട് 10:19. ക്വസ്റ്റ്യൻ: കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നുവെങ്കിലും യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്ന വ്യക്തി ആര്? ഉത്തരം: അപ്പൊല്ലോസ്. അപ്പോസ്തലപ്രവൃത്തികൾ 18:25. ക്വസ്റ്റ്യൻ: ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് കർത്താവിന് അനുകാരികളായി തീർന്നത് എവിടത്തുകാർ? ഉത്തരം: തെസ്സലോനിക്കർ. 1 തെസ്സലോനിക്കർ 1:6. ക്വസ്റ്റ്യൻ: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും എങ്ങനെയുള്ളത് എന്നും യഹോവ കണ്ടു? ഉത്തരം: ദോഷമുള്ളത്. ഉൽപ്പത്തി 6:5. ക്വസ്റ്റ്യൻ: ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യോഹന്നാൻ യാഗപീഠത്തിൻകീഴിൽ കണ്ടത് എത്രാം മുദ്ര പൊട്ടിച്ചപ്പോൾ? ഉത്തരം: 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ. വെളിപ്പാട് 6:9. ക്വസ്റ്റ്യൻ: ജീവൻ്റെ വൃക്ഷത്തിങ്കലേക്കുള്ള വഴി കാപ്പാൻ ദൈവം കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തിയത് ഏദൻ തോട്ടത്തിൻ്റെ ഏതു വശത്ത്? ഉത്തരം: കിഴക്ക്. ഉൽപ്പത്തി 3:24. ക്വസ്റ്റ്യൻ: മാഗോഗ്, മാദായി, യാവാൻ, തൂബൽ എന്നിവർ ആരുടെ മക്കൾ? ഉത്തരം: യാഫത്തിൻ്റെ പുത്രന്മാർ. ഉൽപ്പത്തി 10. ക്വസ്റ്റ്യൻ: എവിടുത്തെ നിവാസികൾ ഓട്ടത്തിന് വട്ടം കൂട്ടുന്നു? ഉത്തരം: ഗബീം നിവാസികൾ. യെശയ്യാവ് 10:31. ക്വസ്റ്റ്യൻ: ദുഷ്ടൻ പ്രശംസിക്കുന്നത് എന്തിൽ? ഉത്തരം: തൻ്റെ മനോരഥത്തിൽ. സങ്കീർത്തനങ്ങൾ 10:3. ക്വസ്റ്റ്യൻ: യഹോവ തൻ്റെ ജനത്തെ ഉള്ളതിൽ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ. ആരുടെ വാക്കുകൾ? ഉത്തരം: യോവാബിൻ്റെ. 1 ദിനവൃത്താന്തം 21:3. ക്വസ്റ്റ്യൻ: വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ഡാഷ് ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. ആര്? ഉത്തരം: ക്രിസ്തു. റോമർ 10:4. ക്വസ്റ്റ്യൻ: ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമോ എന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് അവനോട് ചോദിച്ചത് ആര്? ഉത്തരം: പരീശന്മാർ. മർക്കോസ് 10:2. ക്വസ്റ്റ്യൻ: തൻ്റെ മുമ്പിലും പിമ്പിലും പട നിരന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഇസ്രായേലിൻ്റെ സകല വീരന്മാരിൽ നിന്നും ഒരു കൂട്ടത്തെ തെരഞ്ഞെടുത്ത് അരാമ്യരുടെ നേരെ അണിനിരത്തിയത് ആര്? ഉത്തരം: യോവാബ്. 2 ശമൂവേൽ 10:9. ക്വസ്റ്റ്യൻ: ബെന്യാമീൻ്റെ അതിരിങ്കലെ സെൽസഹിൽ റാഹേലിൻ്റെ കല്ലറക്കരികെ വെച്ച് 2 ആളെ കാണും എന്ന് ശമൂവേൽ പറഞ്ഞത് ആരോട്? ഉത്തരം: ശൗലിനോട്. 1 ശമൂവേൽ 10:2. ക്വസ്റ്റ്യൻ: എഫ്രയീം നാട്ടിലെ ഷാമീരിൽ പാർത്തിരുന്ന ന്യായാധിപൻ ആര്? ഉത്തരം: തോല. ന്യായാധിപന്മാർ 10:1. ക്വസ്റ്റ്യൻ: രാജനഗരങ്ങളിൽ ഒന്നുപോലെ വലിയൊരു പട്ടണവും ഹായിയേക്കാൾ വലിയതുമായ പട്ടണമേത്? ഉത്തരം: ഗിബയോൻ. യോശുവ 10:2. ക്വസ്റ്റ്യൻ: ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവൻ്റെ ചെവി രണ്ടും മുഴങ്ങും. ആരോട് പറഞ്ഞു? ഉത്തരം: യഹോവ ശമൂവേലിനോട്. 1 ശമൂവേൽ 3:11. ക്വസ്റ്റ്യൻ: ലോകത്തിൽ ജ്ഞാനി എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ജ്ഞാനിയാകേണ്ടതിന് ആരായിത്തീരണം?
ഉത്തരം ബോഷനായി. 1 കൊരിന്ത്യർ 3:18. ക്വസ്റ്റ്യൻ: ഹനൂനും സാനോഹ് നിവാസികളും അറ്റകുറ്റം തീർത്തത് ഏതു വാതിൽ? ഉത്തരം താഴ്വര വാതിൽ. നെഹമ്യാവ് 3:13. ക്വസ്റ്റ്യൻ: നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം എന്ത് ലഭിച്ചിരിക്കുന്നു? ഉത്തരം കൃപ. എഫെസ്യർ 4:7. ക്വസ്റ്റ്യൻ: കനകസമ്പന്നരായി സ്വഭവനങ്ങൾ വെള്ളികൊണ്ട് നിറച്ചു വെച്ചത് ആര്? ഉത്തരം പ്രഭുക്കന്മാർ. ഇയ്യോബ് 3:15. ക്വസ്റ്റ്യൻ: ചുവരിൽ നിന്ന് ആര് നിലവിളിക്കും? ഉത്തരം കല്ല്. ഹബക്കൂക്ക് 2:11. ക്വസ്റ്റ്യൻ: സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യൻ എങ്ങനെ പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു? ഉത്തരം വക്രബുദ്ധിയായി. തീത്തോസ് 3:11. ക്വസ്റ്റ്യൻ: യെരുശലേം മതിൽ പണിഞ്ഞപ്പോൾ ആരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല? ഉത്തരം തെക്കോവ്യരുടെ. നെഹമ്യാവ് 3:5. ക്വസ്റ്റ്യൻ: കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് എങ്ങനെയിരിക്കുന്നു? ഉത്തരം പ്രതികൂലമായിരിക്കുന്നു. 1 പത്രോസ് 3:12. ക്വസ്റ്റ്യൻ: ബോവസ് തിന്നുകുടിച്ച് ഹൃദയം തെളിഞ്ഞ ശേഷം എവിടെ ചെന്ന് കിടന്നു? ഉത്തരം യവകൂമ്പാരത്തിൻ്റെ ഒരു വശത്ത്. രൂത്ത് 3:7. ക്വസ്റ്റ്യൻ: യഹോവ വിവേകത്താൽ ഉറപ്പിച്ചത് എന്ത്? ഉത്തരം ആകാശത്തെ. സദൃശവാക്യങ്ങൾ 3:19. ക്വസ്റ്റ്യൻ: യഹോവയുടെ മഹത്വം സ്വസ്ഥലത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം കേട്ടത് ആര്? ഉത്തരം യഹസ്കേൽ. യഹസ്കേൽ 3:12. ക്വസ്റ്റ്യൻ: യഹോവ മെസൊപ്പൊത്താമ്യയിലെ രാജാവായ കൂശൻ രിഷാദയീമിനെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു? ഉത്തരം ഒത്നിയേലിൻ്റെ. ന്യായാധിപന്മാർ 3:10. ക്വസ്റ്റ്യൻ: നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കേണ്ടത് ആര്? ഉത്തരം അധ്യക്ഷൻ. 1 തിമോഥെയോസ് 3:2. ക്വസ്റ്റ്യൻ: എന്ത് ക്ഷയിച്ചു മാഞ്ഞു പോകുന്നത് പോലെ പാതാളത്തിലിറങ്ങുന്നവൻ വീണ്ടും കയറി വരുന്നില്ല? ഉത്തരം മേഘം. ഇയ്യോബ് 7:9. ക്വസ്റ്റ്യൻ: ഡാഷ് അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു. എന്ത്? ഉത്തരം ആദ്യ വിശ്വാസം. എബ്രായർ 3:14. ക്വസ്റ്റ്യൻ: കർത്താവ് ആരുടെ വിചാരം വ്യർത്ഥം എന്നറിയുന്നു? ഉത്തരം ജ്ഞാനികളുടെ വിചാരം. 1 കൊരിന്ത്യർ 3:20. ക്വസ്റ്റ്യൻ: കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും പിന്നത്തേതിൽ നശിപ്പിച്ചത് ആരെ? ഉത്തരം വിശ്വസിക്കാത്തവരെ. യൂദ 1:5. ക്വസ്റ്റ്യൻ: കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകൻ എന്ന് പൗലോസ് വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം തിഹിക്കോസിനെ. എഫെസ്യർ 6:21. ക്വസ്റ്റ്യൻ: ശിക്ഷാദിവസത്തിൽ ശൂന്യമാവുന്നവൻ ആര്? ഉത്തരം എഫ്രയീം. ഹോശേയ 5:9. ക്വസ്റ്റ്യൻ: യഹോവ കോപത്തിൽ മേഘം കൊണ്ട് മറച്ചത് ആരെ? ഉത്തരം സിയോൻ പുത്രിയെ. വിലാപങ്ങൾ 2:1. ക്വസ്റ്റ്യൻ: സിയോനിലെ ദുഃഖിതന്മാർക്ക് മഷിഹ നൽകുന്ന മേലാടയുടെ പേരെന്ത്? ഉത്തരം സ്തുതി. യെശയ്യാവ് 61:3. താങ്ക്സ് ഫോർ വാച്ചിങ്.